ഹായ്, നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. സ്കെയിലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റുമാണ് ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് സ്കെയിലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ചെറിയ ഒരു കാര്യമേ ഉള്ളൂ. നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വളരെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് വാങ്ങിക്കാനായിട്ട് പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്ക് ശ്രദ്ധിക്കാം. നമ്മൾ ആദ്യം പഠിച്ചത് എ ഡോട്ട് ബി ആയിരുന്നു. നോക്കുന്നുണ്ടല്ലോ, എ ഡോട്ട് ബി എന്ന് പറയുന്നത് സ്കെയിലാറാണ്. അതിന് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അത് വെക്ടർ അല്ല. എയും വെക്ടറാണ്, ബിയും വെക്ടറാണ്. പക്ഷെ ഒരു ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ വെക്ടറാണ്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് എ ക്രോസ് ബി ആണ്. എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ എയും ബിയും വെക്ടറാണ്, എ ക്രോസ് ബിയും വെക്ടറാണ്. എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു വെക്ടർ എ ആൻഡ് വെക്ടർ ബി. ഇതായിരുന്നു നമ്മൾ പഠിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് എ ക്രോസ് ബി ഡോട്ട് സി. ഇങ്ങനെയാണ് സ്കെയിലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ്. ആക്ച്വലി നമ്മൾ ഇത് കണ്ടുപിടിക്കപ്പെട്ടത് എന്തെങ്കിലും ഉപയോഗത്തിന് വേണ്ടിയാണ്. ഇതിന് ഉപയോഗമുണ്ട്. ആ ഉപയോഗത്തിലേക്ക് നമുക്ക് വരാം. ഈ എ ക്രോസ് ബി ഡോട്ട് സി ഇതിന് നമ്മൾ സാധാരണഗതിയിൽ എഴുതുന്നത് ഇങ്ങനെയാണ്. ബോക്സ് എ ബി സി എന്നാണ് ഇത് വായിക്കുക. ബോക്സ് എ ബി സി എന്നാണ് ഇത്. എ ക്രോസ് ബി ഡോട്ട് സി. അപ്പൊ ബോക്സ് എ ബി സി ആണ്. അതിന്റെ കാരണം ഇത് നമുക്ക് എ ക്രോസ് ബിയുടെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അതിന്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ ഏരിയ ഓഫ് പാരലലോഗ്രാം കിട്ടുമെന്നുള്ളത്. അതേപോലെ ഈ ബോക്സ് എ ബി സി അതായത് എ ക്രോസ് ബി ഡോട്ട് സി എന്ന് എടുത്തു കഴിയുമ്പോൾ നമുക്ക് വോളിയം ഓഫ് എ പാരലലോഗ്രാം ആണ് കിട്ടുന്നത്. അതിനെക്കുറിച്ച് പിന്നീട് പറയാം. അപ്പൊ ഇതാണ് ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. എ ക്രോസ് ബി ഡോട്ട് സി എന്ന് പറയുന്നത് ബോക്സ് എ ബി സി എന്നതാണ് ഇത് ഓർത്തിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ എ ക്രോസ് ബി എന്ന് പറയുന്നത് തിരിച്ച് ബി ക്രോസ് എ എന്ന് എഴുതിയാൽ ഒരു നെഗറ്റീവ് സൈൻ പുറത്തേക്ക് വരും. എ ക്രോസ് ബി എന്ന് പറയുന്നത് മൈനസ് ബി ക്രോസ് സി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ എ ക്രോസ് ബി ഡോട്ട് സി അത് ഇത് നേരെ തിരിച്ചാലോ സി ഡോട്ട് എ ക്രോസ് ബി എന്ന് എഴുതിയാലോ കുഴപ്പമില്ല. കാരണം എ ഡോട്ട് ബി എന്ന് പറയുന്നത് ബി ഡോട്ട് എ എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പൊ സി ഡോട്ട് എ അപ്പൊ അതിനകത്ത് അർത്ഥം ഇതിന് അപ്പൊ ഈ എക്ക് പകരം സി എന്ന് കൊടുക്കുക, ബിക്ക് പകരം എ എന്ന് കൊടുക്കുക. സോറി, ബിക്ക് പകരം എ ബി സി എന്നാണ്. എ ബി സി അപ്പൊ ഇത് നേരെ തിരിച്ചാൽ എ കഴിഞ്ഞാൽ പിന്നെ സി, ബി കഴിഞ്ഞാൽ പിന്നെ എ ബി സി. അപ്പോ നേരെ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു എ ബി സി എന്നാണ് ഇവിടെ കണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ എക്ക് പകരം വരുന്നത് സോറി ഞാൻ എക്ക് പകരം എ കഴിഞ്ഞാൽ ബി, ബി കഴിഞ്ഞാൽ സി, സി കഴിഞ്ഞാൽ എ. ഇവിടെ നമുക്ക് നെഗറ്റീവ് സൈൻ വരട്ടെ. അപ്പൊ ഓർത്തിരിക്കുന്നതാണ്. അടുത്തത് നോക്കാം. ബി കഴിഞ്ഞാൽ സി, സി കഴിഞ്ഞാൽ എ, എ കഴിഞ്ഞാൽ ബി. ഓക്കെ, ഇവിടെ നമ്മളൊരു പ്രശ്നം ഉണ്ടാകുന്നത് ബോക്സ് എ ബി സി എന്ന് പറയുന്നത് ബോക്സ് ബി സി എ എന്ന് പറയുന്നത് ബോക്സ് സി എ ബി എന്ന് പറയുന്നത് സെയിം. അടുത്തത് വരും സി കഴിഞ്ഞാൽ എ, എ കഴിഞ്ഞാൽ ബി, ബി കഴിഞ്ഞാൽ സി. ആ ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ സൈക്ലിക് ചേഞ്ച് ഉണ്ടാക്കത്തില്ല. ബോക്സ് എ ബി സി എന്ന് പറയുന്നത് ബോക്സ് ബി സി എന്ന് പറയുന്നത് സി എ ബി എന്ന് പറയുന്നത് സെയിമാണ്. പക്ഷേ ബോക്സ് എ ബി സി എന്ന് പറയുന്നത് ഇതിലാണ് തിരിക്കുന്നു. ബി എ സി അങ്ങനെ വന്നാൽ നെഗറ്റീവ് സൈൻ. അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു. എ ക്രോസ് ബി ഡോട്ട് സി എന്ന് പറയുന്നത് ഇത് ബി ക്രോസ് എ എന്ന് എഴുതി കഴിഞ്ഞാൽ നെഗറ്റീവ് സൈൻ. അതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ. അപ്പൊ അത് ഓർത്തിരിക്കുക. ഒരു രണ്ടെണ്ണം മാത്രം ചേഞ്ച് ചെയ്താൽ മനസ്സിലായി. ഇനി സി കഴിഞ്ഞ് എ, എ കഴിഞ്ഞ് ബി, ബി കഴിഞ്ഞ് സി. ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്. ഓർത്തിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടെണ്ണം മാത്രം ചേഞ്ച് ചെയ്തില്ല നെഗറ്റീവ് സൈൻ വരും. സൈക്ലിക് ആയിട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, അടുത്ത കാര്യം ഓർത്തിരിക്കേണ്ടത് ബോക്സ് എ ബി സി. അടുത്ത കാര്യം ഓർത്തിരിക്കേണ്ടത് ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ. നമുക്കറിയാം എ ക്രോസ് ബി ഡിറ്റർമിനന്റ് ഐ ജെ കെ A1 A2 A3 B1 B2 B3 എന്നായിരുന്നു. ഓർക്കുന്നില്ല ഡിറ്റർമിനന്റ് വാല്യൂ. അങ്ങനെയാണ്. അതൊരു വെക്ടറാണ്. അതിന്റെ മോഡുലസ് ആണ് നമ്മൾ ഏരിയ ഓഫ് പാരലലോഗ്രാം എന്ന് എടുത്തത്. ഓക്കെ, അതേപോലെ ഇവിടെ ബോക്സ് എ ബി സി എന്ന് പറയുന്നത് വോളിയം ആണെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ അകത്ത് നമുക്കത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും.
വെക്ടർ എ എന്ന് പറയുന്നത് a1i plus a2j plus a3k. വെക്ടർ ബി എന്ന് പറയുന്നത് b1i plus b2j plus b3k. വെക്ടർ സി എന്ന് പറയുന്നത് c1i plus c2j plus c3k എന്നാണ്. ബോക്സ് എ ബി സി എന്ന് a1 a2 a3 b1 b2 b3 c1 c2 c3. ഇത് ഒന്ന് ഓർത്തിരിക്കും. ഇനി ഒരു കാര്യം, അടുത്ത കാര്യം, പ്രധാനപ്പെട്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ബോക്സ് എ ബി സി എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി ഡോട്ട് സി എന്നായതുകൊണ്ട് അത് സ്കെയിലാറാണ്. ആ സ്കെയിലാർ എന്ന് പറയുന്നത് വോളിയം ഓഫ് എ പാരലീലിപ്പിഡം വിത്ത് അഡ്ജസന്റ് സൈഡ്സ് ആർ കോഇനിഷ്യൽ സൈഡ്സ് എന്നാണ് പറയുന്നത്. കോഇനിഷ്യൽ സൈഡ്സ് അത് ഒരു സിലിണ്ടർ, ഇത് വെക്ടർ എ, ഇത് വെക്ടർ ബി, ഇത് വെക്ടർ സി, അങ്ങനെ വേണ്ട. ഓക്കെ, ഈ വോളിയം, ഈ ബോക്സിന്റെ വോളിയം എ ക്രോസ് ബി ഡോട്ട് സി അഥവാ ബോക്സ് എ ബി സി. ബോക്സ് എ ബി സി ഇസ് ദ വോളിയം ഓഫ് എ പാരലീലിപ്പിഡ്. പാരലീലിപ്പിഡ് എന്ന് വെച്ചാൽ പാരലോഗ്രാം സൈഡ് ആയിട്ട് വരുന്ന ബോക്സ്, അതിനാണ് പാരലീലിപ്പിഡ്. ഇനി ഇതിന്റെ അകത്ത് പ്രധാനമായിട്ടും ഒരേ ഒരു കാര്യം കൂടി ഓർക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ ഈ സെക്ഷൻ കഴിഞ്ഞു കേട്ടോ. ഒരേ ഒരു കാര്യം കൂടി വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്. ഇനിയുള്ള ഒരു കാര്യം ഇനിയുള്ള കാര്യം നമുക്കറിയാം, കൊളിനിയറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കൊളിനിയർ എന്താണ്? ലൈ ഓൺ എ സെയിം ലൈൻ, ഒരു ലൈനിൽ കിടക്കുക എന്നുള്ളത് കൊളിനിയർ. ഓക്കെ, നമ്മൾ എ ക്രോസ് ബി 0 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊളിനിയർ ആണെന്ന് നമ്മൾ പറയാം. ഓക്കെ, പക്ഷേ ബോക്സ് എ ബി സി എന്ന് പറയുന്നത് മൂന്ന് വെക്ടർ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അത് 3 ഡയമെൻഷനിലാണ്, സ്പേസിലാണ്. അപ്പോൾ ഇതൊരു വോളിയം ഓഫ് പാരലീലിപ്പിഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ബോക്സ് എ ബി സിയുടെ വാല്യൂ 0 ആയാൽ, ഈ ബോക്സ് എ ബി സി is equal to 0, അത് വോളിയം 0 ആണ്. വോളിയം 0 ആയാൽ എന്ത് പറ്റും? വോളിയം 0 ആയി കഴിഞ്ഞാൽ they are coplanar. ഒരേ പ്ലെയിനിലാണെങ്കിൽ ഒരു ബോക്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. ബോക്സ് ഉണ്ടാക്കാൻ സാധിക്കാത്തത് ഒരേ പ്ലെയിനിലായതുകൊണ്ടാണ്. 3 പ്ലെയിനിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ 2 പ്ലെയിനിലും ആയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ബോക്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരേ പ്ലെയിനിലാണെങ്കിൽ there is no box. അതുകൊണ്ട് ബോക്സ് എ ബി സി 0 ആണെങ്കിൽ ഈ വെക്ടർ എ, വെക്ടർ ബി ആൻഡ് വെക്ടർ സി ആർ കോപ്ലാനാർ എന്ന്. ഇതാണ് ഇതിന്റെ തിയറി പാർട്ട്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ ഇതിന്റെ കാര്യങ്ങൾ കഴിഞ്ഞ്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചെറിയ ക്വസ്റ്റ്യൻസ് വെച്ചു. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഒരു കാര്യം അതായത് നമുക്കറിയാം എ ക്രോസ് എ എന്ന് പറയുന്നത് A cross A modulus of A into modulus of A sin theta. Sin theta A cross A എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് ബോക്സ് എ എ സി, അതായത് എ ബി സി അല്ല, എ ക്രോസ് എ ഡോട്ട് സി അതിന്റെ. അതേപോലെ ബോക്സ് എ ബി ബി 0, ബോക്സ് എ സി സി 0. അപ്പോൾ ഒരു ബോക്സ് പ്രോഡക്റ്റില് 2 വെക്ടേഴ്സ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ വാല്യൂ 0 ആയിരിക്കും എന്നുള്ള കാര്യം കൂടി. ഇത്രയാണ് ഇനി നമുക്കിതൊന്ന് ചെയ്യുക. 1-2 ചോദ്യം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, find A dot B cross C. അതായത് ബോക്സ് എ ബി സി. ബോക്സ് എ ബി സി ചോദിക്കാൻ ഇവിടെ A dot B cross C എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ക്വസ്റ്റ്യനിൽ. A dot B cross C if vector A is equal to 2i plus j plus 3 and vector B is equal to minus I plus 2j plus 8. Vector C is equal to 3i plus j plus 2k. J plus 2k. Yes. അപ്പോൾ ഇതൊന്നും റെഡിയാണ്. സിമ്പിൾ.
എന്താണ് എ ഡോട്ട് ബി ക്രോസ് അല്ല എ ഡോട്ട് ബി ക്രോസ് എന്താ അർത്ഥം ബോക്സ് സൈഡ് എങ്ങനെ കണ്ടുപിടിക്കും വെക്ടർ സോറി ഇൻക്രിമെന്റ് a1 a2 a3 b1 b2 b3 c1 c2 ഇതാണ് ബോക്സ് സൈഡ് ബി അഥവാ a ക്രോസ് b ഡോട്ട് c നമ്മുടെ സാധനം it is equal to what a1 2 1 3 minus 1 2 1 3 1 expand here വേറെ ജോലിയില്ല നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ് ഓക്കേ തൽക്കാലം എക്സ്പാൻഡ് ചെയ്യാം എന്ത് വരും 2 into its minor അത് കഴിഞ്ഞ ശേഷം ഉണ്ട് മറന്നുപോയ ഉണ്ടാവും 1 2 അടുത്തത് -1 into -1 into x minor അതിന്റെ മൈനർ എന്ത് വരും -1 into its minor എന്നിട്ട് അത് പോയിട്ട് ബാക്കി മിച്ചം -1 1 3 2 plus 3 into അതിന്റെ മൈനർ അത് പോണം എന്ത് വരും -1 2 3 1 ഓക്കേ ഇത്രയാണ് ശരി ഞാൻ എക്സ്പാൻഡ് ചെയ്യാം ഇത് 2 into എന്ത് വരും 4 minus 7 into -2 plus 3 into -1 -6 okay that is equal to 2 into 4 minus 1 3 minus 1 into -2 -3 which are plus minus -5 plus 3 into plus -7 okay it is equal to 6 plus 5 minus 21 6 plus 5 minus 20 which are minus 11 minus 11 5 na pati ko total number na minus 10 box series ശരി അടുത്ത എടുത്തോ മനസ്സിലായോ പിന്നെ വോളിയം ആണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ വോളിയം ആണ് ചോദിച്ചെങ്കിൽ ഇത് നെഗറ്റീവ് സൈഡ് കൺസിഡർ ചെയ്യേണ്ട 10 എന്ന് എടുത്താൽ മതി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം show that the vectors vector A is equal to I plus 2 sorry I minus 2j plus 3k vector B is equal to minus 2i plus 3j minus 4k 3j minus 4k and vector C is equal to I minus 3j plus 5k I minus 3j plus 5k are coplanar okay I minus 2j plus 3k minus 2i plus 3j minus 4k I minus 3j minus 5k I minus 3j plus 5k are coplanar ആണെങ്കിൽ എന്താ കണ്ടീഷൻ കോപ്ലിനാർ ആണെങ്കിൽ ബോക്സ് സൈഡ് കണ്ടുപിടിക്കുക ആ ബോക്സ് സൈഡ് വാല്യൂ 0 ആണ് 0 ആണെങ്കിൽ കോപ്ലിനാർ ആണ് 0 അല്ലെങ്കിൽ കോപ്ലിനാർ അല്ല എന്നുള്ളതാണ് അതിന്റെ കേസ് നമുക്ക് ബോക്സ് സൈഡ് നോക്കാം ബോക്സ് സൈഡ് 1 minus 2 3 അടുത്തത് -2 3 -4 1 minus 3 5 സംഭവം അല്ലേ ന്യൂ 0 ആണെന്നാ കാണാം മൈനസ് എക്സ്പാൻഡ് ചെയ്താൽ മതി നമ്മൾ ചെയ്തേക്കാം 1 into its minor എന്ത് വരും 3 minus 4 minus 3 5 minus 2 into its minor -2 minus 4 1 plus 3 into its minor -2 3 1 minus okay അപ്പോൾ അങ്ങനെ എക്സ്പാൻഡ് ചെയ്യും എന്ത് വരും 1 into 15 minus 12 plus 2 into minus 3 into minus 4 plus 2 into minus 10 minus 4 plus 4 അടുത്തത് plus 3 6 minus 3 15 minus 12 3 plus 2 into minus 10 plus 4 it's a minus 6 plus 3 into
6 minus 3, 3. So 3 minus 12 plus 9 equal to 0. So it is coplanar. Coplanar being. ഇതൊക്കെ ഒന്ന് ഓർത്തിട്ടേക്ക്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും ഇല്ല ആക്ച്വലി. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇതാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ. Show that the 4 points capital A, capital B, capital C and capital D with position vectors 4i plus 5j plus k comma minus of j plus k comma 3i plus 9j plus 4k comma 4 into minus I plus j plus k respectively are coplanar എന്നാണ് ചോദിച്ചത്. യെസ്, ആർ കോപ്ലാനാർ. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, തൊട്ട് മുൻപ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ 3 വെക്ടേഴ്സ് തന്നിരിക്കുകയാണ്, എന്നിട്ട് അത് കോപ്ലാനാർ ആണോ എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 3 വെക്ടേഴ്സ് അല്ല തന്നിരിക്കുന്നത്, പൊസിഷൻ വെക്ടേഴ്സ് ആണ്. 4 പോയിന്റ്സിന്റെ പൊസിഷൻ വെക്ടറാണ്. പൊസിഷൻ വെക്ടർ നിങ്ങൾക്ക് അറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒറിജിനിൽ നിന്ന് ആ പോയിന്റ് വരെയുള്ള വെക്ടറാണ് വെക്ടർ എ ബി. അപ്പൊ ഇതിന്റെ അകത്തുള്ള പ്രശ്നം കോഇനിഷ്യൽ വെക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചത്. കോഇനിഷ്യൽ വെക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മുടെ ഏതെങ്കിലും ഒരു പോയിന്റ് ഫിക്സഡ് ആക്കി നിർത്തണം. ഇത് എയുടെ പൊസിഷൻ വെക്ടർ, ഇത് ബിയുടെ പൊസിഷൻ വെക്ടർ, ഇത് സിയുടെ പൊസിഷൻ വെക്ടർ, ഇത് ഡിയുടെ പൊസിഷൻ വെക്ടർ നമ്മൾ എടുത്താൽ ഇതിന്റെ അകത്ത് നമ്മൾ വെക്ടർ എ ബി കണ്ടുപിടിക്കണം, വെക്ടർ എ സി കണ്ടുപിടിക്കണം, വെക്ടർ എ ഡി കണ്ടുപിടിക്കണം. അങ്ങനെ വേണമെങ്കിൽ എ എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. ഇനി ബി വേണം എടുക്കാം, അങ്ങനെയാണെങ്കിൽ ബി എ ബി സി ബി ഡി കണ്ടുപിടിക്കണം. സി എടുക്കാം, സി എ സി ബി സി ഡി കണ്ടുപിടിക്കണം. ഡി എടുത്താലോ ഡി എ ഡി ബി ഡി സി കണ്ടുപിടിക്കണം. അല്ലാതെ എ ബി കണ്ടുപിടിച്ചാൽ അടുത്ത ബി സി അങ്ങനെ കോഇനിഷ്യൽ വെക്ടേഴ്സ് ആയിരിക്കും. എ ബി കണ്ടുപിടിച്ചിട്ട് ബി സി പിന്നെ ബി ഡി അല്ലെങ്കിൽ സി ഡി കിട്ടത്തില്ല. ഓക്കെ, കോഇനിഷ്യൽ വെക്ടർ എ ബി നമുക്കറിയാം പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ. ഇവിടെ എന്താ പറയാ ആൻസർ വരും. നമുക്ക് ഇത് ചെയ്യാം. പൊസിഷൻ വെക്ടർ ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ജെ മൈനസ് കെ അല്ലേ, മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ ഏതാണ്? 4i പ്ലസ് 5j പ്ലസ് k ആണല്ലോ. അപ്പൊ ഐ ഇല്ല, ഐ ഇല്ല. അപ്പൊ 0 മൈനസ് 4 ഇനി ഇത് -1 -5 അതായത് -6. അടുത്ത ഇത് -1 അതായത് പ്ലസ് -2 -4i -6j -2k എന്നുള്ളതാണ്. അതേപോലെ എ സി ഉണ്ട്. പൊസിഷൻ വെക്ടർ ഓഫ് സി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ. പൊസിഷൻ വെക്ടർ ഓഫ് സി എന്ന് പറയുന്നത് നമുക്കറിയാം 3i plus 9j plus 4 minus a യുടെ പൊസിഷൻ വെക്ടർ 4i plus 5j plus k. ഇതാണ്. അപ്പൊ ഇതൊരു 3 minus 4 minus 9 minus 5. 9 minus 5 എന്ന് പറയുമ്പോൾ plus 4. 4 minus 1 plus 3k. അപ്പോൾ minus I plus 4j plus 3k. ഇനി അടുത്തത് നമുക്ക് AD. അപ്പൊ D യുടെ പൊസിഷൻ വെക്ടർ അല്ലേ, അത് 4 into minus 4i പിന്നെ plus 4j plus 4k minus a എന്താണ് 4i plus 5j plus k എന്ന് അല്ലേ. അപ്പോൾ -4 എന്ന് പറയുമ്പോൾ 0 അല്ലേ.
പ്ലസ് മൈനസ് 400 അടുത്തത് 4j മൈനസ് 5j അല്ലേ? അപ്പൊ ഇവിടെ I ഇല്ലല്ലോ, 0 I. അടുത്തത് 4j മൈനസ് 5j മൈനസ്. അടുത്തത് 4k മൈനസ്, അപ്പൊ ഇതൊരു പ്ലസ് 2. ഇതാണ് 3 വെക്ടേഴ്സ് മൈനസ് j മൈനസ് 3k അല്ലേ? യെസ്. ഓ സോറി, ഇവിടെ ഞാൻ ചെറിയ മൈനസ് 4 പ്ലസ് മൈനസ് വരും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ -4 പ്ലസ് മൈനസ് വരും. അപ്പൊ -8 എന്ന് പറഞ്ഞു. ഓക്കെ, -8 മൈനസ് j പ്ലസ് 3. അപ്പൊ അങ്ങനെയാണ്. ശരി, അപ്പൊ ഇവിടെ നമുക്ക് വെക്ടർ AB കിട്ടി, വെക്ടർ AC കിട്ടി, വെക്ടർ AD കിട്ടി. ദേ ആർ കോഇൻഷ്യൻ ആണല്ലോ. ഇനി നമുക്ക് ബോക്സ് ABC കിട്ടും. ഇനി ബോക്സ് ABC വിളിക്കും. ഇനി ബോക്സ് ABC അല്ലെങ്കിൽ ബോക്സ് വെക്ടർ AB, വെക്ടർ AC, വെക്ടർ AD. ഇത് നമ്മൾ അത് A1 A2 A3 B1 B2 B3 C1 C2 C3 എന്നാണ്. അത് ഈക്വൽ ടു 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ കഴിഞ്ഞില്ലേ? അപ്പൊ അവിടെ എന്ത് വരും? -4 -6 -2 ഇവിടെ -1 4 3 -8 -1 3. Okay, yes. Appo -4 -6 -2 -1 4 3 -8 -1 3. ഇനി അത് ചെയ്തു നോക്കണം. ഇനി എനിക്ക് എഴുതിയില്ല, ഞാനിപ്പോൾ എണ്ണം കാണിച്ചില്ലേ, അതേപോലെ ചെയ്തു നോക്കണം. ഇത് ഈക്വൽ ടു 0 എന്ന് കിട്ടും. കുഴപ്പമൊന്നുമില്ല, ഈക്വൽ ടു 0 എന്ന് കിട്ടും. നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ. ചെയ്താൽ -4 ഉണ്ട്. ഒരു സ്റ്റെപ്പ് കൂടി ഞാൻ എഴുതിയില്ല, അടുക്കൂടി ഞാൻ എഴുതി 4 3 -1 3 -6 into -1 3 -8 3 plus -2. അപ്പോൾ -2 into അത് -1 4 -6 ഈക്വൽ ചെയ്ത് നോക്കുക. അത് 0. ഓക്കെ, അത് ചെയ്തു. ഇതാണ് ഇന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ ഇങ്ങനെയൊക്കെ പൊസിഷൻ വെക്ടർ ആണ് തരുന്നതെങ്കിൽ നമ്മൾ ഇതേപോലെ വെക്ടർ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. പൊസിഷൻ വെക്ടർ ആണ് തന്നിരിക്കുന്നത്, വെക്ടർ ആണ് നമുക്ക് ഡയറക്റ്റ്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. പ്രൂവ് ദാറ്റ് ബോക്സ് പ്രോഡക്റ്റ് A plus B plus C plus K is equal to 2 times box ABC. A plus B, B plus C, C plus A equal to 2 times box ABC. ഇടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നോക്കൂ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHS A plus B, B plus C, C plus A. ബോക്സ് ABC ഇപ്പൊ നമുക്ക് A cross B dot C ആണ്. അപ്പൊ എന്ത് വരും? A plus B cross B plus C dot C plus A. ഇനി അടുത്തത് അത് സിംപ്ലിഫൈ ക്രോസ് പ്രോഡക്റ്റ് അല്ലേ? എങ്ങനെ വരും? അടുത്തത് ക്രോസ് പ്രോഡക്റ്റ് എന്ത് വരിക? A cross B plus B cross B plus B cross C dot C plus. ശരി, ഈ B cross B എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0. B cross B യുടെ വാല്യൂ 0 ആണ്. അപ്പൊ അത് പോയി. ഇനി ബാക്കിയുള്ളൂ, ബാക്കി എന്ത് വരും? A cross B ഇത് പോയി പ്ലസ് B cross C dot C plus is equal to A cross B dot C. A cross B dot C plus അടുത്ത A cross B dot A. A cross B dot plus B
ബി ക്രോസ് സി ഡോട്ട് സി. അടുത്തത് എന്തൊരു ബി ക്രോസ് സി ഡോട്ട് എ അല്ലെ. നോക്കൂ, ദിസ് ഈസ് ബോക്സ് എ ബി സി പ്ലസ് ഇത് ബോക്സ് എ ബി എ 0. റിപ്പീറ്റ് ചെയ്താൽ 0 ആണ്. അതൊക്കെ പഠിച്ചിരുന്നു. അടുത്തത് ഇത് ബി സി സി ബോക്സ് ബി സി സി ആണ് പ്ലസ് 0 പ്ലസ് അടുത്തത് ബോക്സ് ബി സി എ. ശരി, ഇത് ബോക്സ് എ ബി സി പ്ലസ് ഇത് നമുക്ക് ഈ സിയും എയും കൂടെ ഇങ്ങോട്ടേക്ക് തിരിക്കാം. അപ്പൊ എന്ത് വരും? ഞാൻ ഈ സൈഡിലേക്ക് വരും. ബോക്സ് ബി സി എ ആണ് ഈ കിടക്കുന്നത് അല്ലേ. ഈ സിയും എയും കൂടെ തിരിക്കുമ്പോൾ ഒരു മൈനസ് സൈൻ പുറത്തേക്ക് വരും. ബി എ സി. ശരിയല്ലേ? രണ്ടെണ്ണം തിരിക്കുമ്പോൾ ഒരു മൈനസ് സൈൻ പുറത്തേക്ക് വരും. ഓക്കെ, മൂന്നെണ്ണം സൈഡിലേക്ക് ആയിട്ട് കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ ബിയും എയും കൂടെ തിരിക്കും. ഇതൊരു മൈനസ് ഓഫ് മൈനസ് എ ബി സി. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് okay, it's equal to 2 times box സ്കെയിലാർ ട്രിപ്പിൾ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. ഇനി നിങ്ങൾ ടെക്സ്റ്റ് നോക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ എക്സസൈസ് 10.5 ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കണം. താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാം ചെയ്ത് നോക്കി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇതിൻ്റെ അകത്ത് ഏകദേശം അത് അവസാനിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ആ ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞേക്കാം. ആ ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞ് എല്ലാവരും തീർന്നു. നമ്മുടെ എക്സസൈസിൽ കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതൊന്ന് ഞാൻ പറഞ്ഞേക്കാം. അതായത് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കാം. അത് നിങ്ങളത് ചെയ്ത് നോക്കണം. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് ഫൈൻഡ് ലാംഡ. പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. Find lambda if the vectors I minus j plus k, 3i plus j plus 2k, I plus lambda j minus 3k കോപ്ലിനാർ. ഇത് കോപ്ലിനാർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇതിന്റെ വെക്ടർ എ എന്നും ഇതിന്റെ വെക്ടർ ബി എന്നും ഇതിന്റെ വെക്ടർ സി എന്നും കൊടുക്കുക. As these vectors are coplanar, box ABC equal to 0. That means determinant 1 minus 1 1 3 1 2 1 lambda minus 3 equal to 0. ഇനി എന്ത് ചെയ്യണം? ഈ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യണം. 1 into its minor and minor എന്താണ്? 1 2 lambda minus 3 minus minus 1 into its minor 3 2 1 minus 3 plus 1 into അടുത്തത് 3 1 1 lambda equal to 0. ഓക്കെ, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ലാംഡയുടെ കണ്ടുപിടിക്കാം കേട്ടോ. അതൊന്ന് ചെയ്ത് നോക്കണം. എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതൊന്ന് ചെയ്ത് നോക്കണം. ബാക്കിയൊന്നുമില്ല. ഇത്രയും ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് പഠിച്ചാൽ ഈ ഭാഗം അവസാനിക്കാൻ പറ്റും. താങ്ക് യു.